തിരുവോണമൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ തിരുവോണേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം തിരുവോണത്തിന് ഞങ്ങൾ സദ്യ ഞാൻ നേരത്തെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ തിരുവോണ ദിവസം തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇനിയിപ്പോൾ ഞാൻ ബാക്കപ്പായിട്ട് കുറേ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ സദ്യയുടെ ഒരു പ്രധാന സാധനമാണ് കേട്ടോ ബോളി. ഇപ്പോൾ ട്രിവാൻഡ്രംകാരുടെ മാത്രമല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ ബോളി. അപ്പോൾ ഇത് കേരളത്തിന് പുറത്ത് പോയാൽ നമുക്ക് കിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ബൊപ്പട്ടുള്ളു പൂരൻ ബോളി എന്ന് പറഞ്ഞ ഒരു സ്വീറ്റാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് കടലപ്പരിപ്പ്. അപ്പോൾ കടലപ്പരിപ്പ് ഒന്ന് അരമണിക്കൂർ കുതിർത്തിട്ട് ഒരു 3 വീസിലൊന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് വേണ്ടത് മൈദയാണ്. മൈദയ്ക്കകത്ത് മഞ്ഞൾപ്പൊടിയും ആ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റിക്കി ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ബോളി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ടിപ്സ്. കാരണം ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു 13 വർഷമായിട്ട് കേരളത്തിന് പുറത്താണ് കേട്ടോ ഓണം ആഘോഷിക്കുന്നത്. ആകപ്പാടെ ഒരു 3 പ്രാവശ്യം മാത്രമേ ഞാൻ കേരളത്തിനകത്ത് ഓണം ആഘോഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോളി ഇവിടെ കിട്ടാറില്ല. ഞാൻ വീട്ടിൽ കുറേ പ്രാവശ്യം ഉണ്ടാക്കി, ആദ്യമൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് എല്ലാ ബോളിയും കിട്ടുന്നത്. ഇതിനകത്ത് ഒഴിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ നല്ലതായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും ഏലക്കയും അതും കൂടി ചേർത്തിട്ട് ഇതിനകത്ത് പൊടിച്ച് വേണം ഇടാൻ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കാം. അപ്പോൾ കടലപ്പരിപ്പിൻ്റെ ഈ ഒരു ഉരുള എന്ന് പറയുന്നത് കുറച്ച് നാരങ്ങ വലുപ്പത്തിലും മൈദയുടെ മാവ് കുറച്ച് നെല്ലിക്ക വലുപ്പത്തിലും വേണം എടുക്കാൻ. കടലപ്പരിപ്പിനേക്കാൾ കുറവ് ക്വാണ്ടിറ്റി വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എക്സസ് ആയിട്ടുള്ള നല്ലെണ്ണയെല്ലാം മാറ്റി വെക്കണം. നമുക്ക് ലേറ്റർ വേറെ എന്തിനു വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടില്ലേ നല്ല വലിഞ്ഞ് വരുന്ന ഈ ഒരു പരുവമാണ് നമ്മുടെ ബോളിക്ക് വേണ്ടത്. അപ്പോൾ അത് ആകുന്നവരെ ഇതൊന്ന് സോക്കണം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അതിങ്ങനെ വിടർന്ന് വരും. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ആ ഒരു ബോൾ എടുത്ത് വെക്കുക. നന്നായിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കുക. എക്സസ് ആയിട്ടുള്ള മാവ് റിമൂവ് ചെയ്യുക. കാരണം ആ എക്സസ് ആയിട്ടുള്ള മാവ് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബോളി ഭയങ്കരമായിട്ട് കട്ടിയായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയാത്ത എന്തുകൊണ്ടെന്നാൽ ഞാനും ഇതുപോലത്തെ വീഡിയോസ് നോക്കി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പഠിച്ചത്. പക്ഷേ എന്നാലും എൻ്റെ ബോളി ശരിയായിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ടിപ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് എൻ്റെ ബോളി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മുഴുവൻ കടലപ്പരിപ്പിൻ്റെ ബോളും പൊതിയാനുള്ളൊരു മാവ് കിട്ടും. പക്ഷേ ഞാൻ ക്വാണ്ടിറ്റി എൻ്റെ ഒരു ഊഹത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ടും ആ കടലപ്പരിപ്പ് എനിക്ക് പൊതിയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആവശ്യത്തിനുള്ള ബോളി ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ക്വാണ്ടിറ്റി ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ബോളി ഉണ്ടാക്കാൻ നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ വേണ്ട ക്ഷമയാണ് കേട്ടോ. നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കുന്നത് നമ്മുടെ ഇടിയപ്പപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ഫൈനായിട്ടുള്ള അരിപ്പൊടിയിലാണ്. മൈദയിൽ വേണേലും പരത്തിയെടുക്കാം. പക്ഷേ കുറച്ചും കൂടെ ഒരു ഒതൻറ്റിക്കായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അരിപ്പൊടി വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ബോളുണ്ടല്ലോ അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു ബോളായിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരിപ്പൊടിയിൽ കവർ ചെയ്തിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അത് ഓൾസോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരത്തിയെടുക്കുമ്പോഴത്തേക്കും അധികം ഫോഴ്സ് കൊടുക്കാൻ പാടില്ല. അധികം ഫോഴ്സ് കൊടുത്താൽ എന്തായാലും അതിൻ്റെ അകത്തുള്ള ഫില്ലിങ് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെ ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ അവിടെ കുറച്ച് അരിപ്പൊടി ഇട്ട് കവർ ചെയ്തിട്ട് എഗെയിൻ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്ന പോലെ എടുത്ത് മാറ്റി മാറ്റി പരത്തിയെടുക്കുന്നത്. പക്ഷേ കുറച്ച് ഇതൊന്ന് പരന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ചപ്പാത്തി ആ ഒരു ഡയറക്ഷനിലോട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ ഈ ഒരു ബോളി നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പാടില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ എവിടെയാണോ കട്ടിയുള്ളത് ആ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ വേണം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഒരു സമയം കഴിഞ്ഞ് പിന്നെ ബോളിയിൽ കൈ തൊടുന്നില്ല. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ ബോളി നല്ല തിന്നായിട്ട് കിട്ടും. അപ്പോൾ പരത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ തിന്നായിട്ടുള്ളൊരു ബോളി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ചട്ടുകം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന സ്ക്രേപ്പർ വെച്ചിട്ടോ നമ്മൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന് നമ്മൾ ദോശക്കല്ലിലോട്ട് മാറ്റാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റുന്ന സമയമൊന്നും ഇത് പൊട്ടാതെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ദോശക്കല്ലിൽ ഇട്ട ഉടനെ തന്നെ തിരിക്കരുത് കേട്ടോ. ഒരു 20 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മറിച്ചിടാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പരട്ടണം. നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നെയ്യ് ഉണ്ടെങ്കിൽ ഒരു ഫ്ലേവറിങ് കൊടുക്കും അതിന്. എന്തായാലും ഇത് മൊത്തം സ്പ്രെഡാക്കിയതിന് ശേഷം ഉടനെ തന്നെ ഇത് തിരിച്ചിടണം. കാരണം ബോളി നമ്മൾ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ഒരു സാധനമല്ല. അതിൻ്റെ അകത്തെ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നെയ്യ് പുരട്ടി പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് ഇത് ഉടനെ തന്നെ അതിൽ നിന്ന് വാങ്ങിയെടുക്കണം.
അപ്പോൾ നമ്മുടെ ബോളി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ തിരുവോണ ദിവസം എത്തി. അപ്പോൾ ഇത് തിരുവോണ ദിവസത്തിനേക്കാൾ ഉപരി നമുക്കൊരു അവധി കിട്ടിയൊരു ദിവസമാണല്ലോ. അപ്പം വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെയാണ് ഞാൻ എണീറ്റത്. എല്ലാവരും രാവിലെ അങ്ങനെ കുത്തി എണീപ്പിച്ചൊന്നും എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് തന്നെ എണീറ്റ് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാനാണ് കേട്ടോ ആദ്യം എണീറ്റത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഓണസദ്യ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഓണസദ്യ പാഴ്സൽ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഓണസദ്യയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. മെയിൻലി ഞാൻ ഉദ്ദേശിച്ചത് അതിനകത്തെ കറികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് തന്നെ ഞാൻ ചോറും കുറച്ച് കറികളൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അത്യാവശ്യം ഒരാളിൽ കൂടുതൽ കഴിക്കാനുള്ള ചോറ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറേ കറികൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് ബോളിയല്ല പൊപ്പട്ടിലുമാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബോളിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 ദിവസം കേടുകൂടാതെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ പാഴ്സലിൽ നിന്ന് തന്നെ ഒരുപാട് കറികൾ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കറികളൊക്കെ ഉണ്ടാക്കാനാണ് ഒരുപാട് സമയം എടുക്കുന്നത്. എന്നാലും ഞാൻ ചോറ് വെച്ചായിരുന്നു, പരിപ്പ്, അവിയൽ, തോരൻ, പിന്നെ ഒരു പായസം, ഇത്ര മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ അവിയലാണ്. അപ്പോൾ തോരനും ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ അവിയൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സാധാരണ സദ്യക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പാഴ്സൽ കിട്ടിയ ചോറാണ്. അപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ചോറിനകത്തുണ്ട്. പിന്നെ ഈ പരിപ്പും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ പരിപ്പ് പാഴ്സലിൽ നിന്ന് കിട്ടിയത് വളരെ കുറച്ച് പരിപ്പ് നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ സാമ്പാറും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ സാമ്പാർ എടുത്തില്ല. അപ്പോൾ ഇത്രയും കറികളാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ നല്ലൊരു ഓണസദ്യ കഴിച്ചു. ഇതിപ്പോൾ എത്ര നന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ഈ അടപ്പായസം എനിക്ക് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ശരിയാവാത്തൊരു കാര്യമാണ് കേട്ടോ. അത് നല്ല അടപ്പായസമായിരുന്നു. പിന്നെ പാഴ്സലിൽ നിന്ന് കിട്ടിയ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ കറികൾ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ സദ്യയുടെ മെയിൻ താരം. അപ്പോൾ ഞാൻ ബോളി എടുത്തു, അതിൻ്റെ മേളിൽ ഇതേ പായസം ഒഴിച്ചു. ആഹാ, സ്വർഗം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സദ്യയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഓണത്തിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. എൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് ഞാൻ ഒരിക്കലും ഓണസദ്യ കാണണ്ട എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇനിവരെ ഞാൻ സദ്യ എൻജോയ് ചെയ്തു, ഓണം എൻജോയ് ചെയ്തു. എൻ്റെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഓണമായിരുന്നു ഇത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ശ്രീ.